വീടിന്റെ സ്റ്റെയർകേസിൽ ഹാൻഡ് റെയിൽ ഇല്ലാത്തതിനാൽ താഴെ വീണ് തലക്ക് സാരമായി പരിക്കേറ്റ അഴീക്കോട് ചാലിനടുത്ത കൊലേരിയൻ നിതിന്റെ ചികിത്സാ ചെലവിനായി പിരിഞ്ഞുകിട്ടിയ പണത്തിൽ ചികിത്സാ ചെലവ് കഴിച്ചുള്ള ബാക്കി തുക നിതിൻ സഹായ കമ്മിറ്റി കുടുംബത്തിന് കൈമാറി. വീഴ്ചയിൽ തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റതിനാൽ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ തലയോട്ടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിരുന്നു. ഭാരിച്ച തുക ചികിത്സക്ക് ആവശ്യമായതിനാൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പണം കണ്ടെത്തുകയായിരുന്നു. സമാഹരിച്ചു കിട്ടിയ 4,62,836 രൂപയിൽ ചികിത്സയ്ക്കായി ചിലവായ തുക കഴിച്ച് ബാക്കി 26,150 രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. പണം സ്വരൂപിക്കാൻ സഹകരിച്ചവർക്കും കൂടാതെ ശ്രീകണ്ഠാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മ സംഗീത കൂട്ടായ്മയ്ക്കും പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി നന്ദി അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽബീച്ചിനടുത്തുള്ള ശ്യാമള ഷാജിയുടെ മകനായ നിതിൻ വീടിൻ്റെ സ്റ്റെയർകേസിൽ നിന്ന് അബദ്ധത്തിൽ വീണ് തലക്ക് ഗുരുതരമായി പരിക്കുപറ്റി 2 ഓപ്പറേഷൻ കണ്ണൂരിലൊരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തി. അത് വിജയിച്ചില്ല. അതുകൊണ്ട് ഈ 2 ഓപ്പറേഷനും വലിയൊരു തുക ചിലവാകുകയും വീണ്ടും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ കസ്തൂർബ മെഡിക്കൽ കോളേജ് പോവുകയും അവിടെ വെച്ച് നല്ലൊരു ഓപ്പറേഷൻ നടത്തി ഇപ്പം അവൻ്റെ തലയോട്ടി മാറ്റിവെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ഏകദേശം നമുക്ക് ഇപ്പോൾ ചിലവായിട്ടുള്ളത് തന്നെ 4,62,000 രൂപയാണ് നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത്. ഗൂഗിൾ പേയിൽ 1,58,326 രൂപയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് 2,26,000 രൂപയും റെസീറ്റ് വരവ് 78,510 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള പൈസ നമ്മൾ 26,150 രൂപ നമ്മളെ ഈ കുടുംബത്തിന് കൈമാറുകയാണ്. 4,36,686 രൂപ ഈ മൊത്തം ചിലവിതിന് വന്നിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി. അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തിന് നമ്മൾ കൈമാറുന്നതാണ്. മാത്രമല്ല നിതിന്റെ വീടിന്റെ സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിലും കമ്മിറ്റി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊയിലേരിയിലെ വീട്ടിൽ ഷാജി, ശ്യാമള എന്നിവരുടെ മകനാണ് നിതിൻ. വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ രഘുരാമൻ കീഴറ, വൈസ് ചെയർമാൻ വി ശാന്തകുമാരി, കെ നിതിൻ, ഷാജി കൊയിലേരിയൻ, ശ്യാമള ഷാജി എന്നിവർ പങ്കെടുത്തു.